I came for one item, just watch what happened. വെൽക്കം ടു മൈ ഖത്തറിലെ വിശേഷങ്ങൾ വ്ലോഗ്. ഞങ്ങളിവിടെ അബൂസിത്രയിലുള്ള ലുലു മോളിൽ വന്നേക്കാണ്. ഒരു സ്ഥലത്ത് പോയിട്ട് വരുന്ന വഴിക്ക് ഷാമ്പൂ വാങ്ങാൻ കയറിയതാണ്. കുറച്ച് നാളായിട്ട് ഒരു ഷാമ്പൂവും എനിക്കങ്ങ് വർക്ക് ആവുന്നില്ല. റീസെന്റ് ഞാൻ ഹെയറിൽ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ചാറ്റ്ജിപിറ്റിയോട് ചോദിച്ചു ഏതാണ് നല്ല ഷാമ്പൂ എന്ന്. പുള്ളിക്കാരൻ തന്നൊരു ലിസ്റ്റിൽ ഇവിടെ ഉണ്ടായിരുന്ന ഷാമ്പൂ ഇതാണ് കേട്ടോ. ബെൻ ഫ്രീ സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ ആണ്. ഇവിടെ ഓഫറും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സെയിൽസ് ഗേൾസ് പറഞ്ഞതനുസരിച്ച് ആ ബ്രാൻഡിൽ നല്ല ഷാമ്പൂ ഇതാണെന്നാണ്. ലുക്കും മട്ടുമൊക്കെ കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നി ഞങ്ങളതങ്ങ് എടുത്തു. ഇതിന്റെ റിവ്യൂ വേണമെങ്കിൽ അടുത്ത വ്ലോഗിൽ പറയാം. അപ്പോഴാണ് ഗ്രീക്ക് യോഗട്ടിന്റെ കാര്യം ഓർമ്മ വന്നത്. ഇത് ഗ്രീക്ക് സ്റ്റൈൽ യോഗട്ടാണ്. ഇതും ഗ്രീക്ക് യോഗട്ടും സെയിം അല്ല. ഈ കാര്യം എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. അപ്പോൾ ഗ്രീക്ക് യോഗട്ട് ആണെന്ന് പറഞ്ഞ് ഗ്രീക്ക് സ്റ്റൈൽ യോഗട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിച്ചോ. ഇവിടുത്തെ ലുലുവിന്റെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും. ഇവിടെ വരുമ്പോൾ തന്നെ കുറച്ച് അറബ്സും യൂറോപ്യൻസും ഒക്കെ കൂടുതൽ വരുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണോ എന്നറിയില്ല. വിലയുടെ കാര്യം നോക്കുകയാണെങ്കിലും അത്ര ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അത്യാവശ്യം നോർമലാണ്. നല്ല പഴുത്ത തക്കാളിയൊക്കെയാണ്. ഇവിടെ ഈ കുക്കുംബറും ലീവ്സും ഒക്കെ കാണുമ്പോൾ കൂടുതലും ലോക്കലി ഗ്രോൺ ആയിട്ടുള്ളതാണ് കാണുന്നത്. ഖത്തറിൽ നിന്ന് വരുന്നതും പിന്നെ സൗദിയിൽ നിന്ന് വരുന്നതും ഒക്കെ. അതുമാത്രമല്ല പുറത്തുനിന്ന് വരുന്നതും ഒക്കെ കുറേ ഉണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയൻ ക്യാരറ്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ബട്ട് ദിസ് കുക്കുംബർ ഇസ് ഫ്രം ഖത്തർ. ഇങ്ങനെ കാണുമ്പോൾ ലോക്കൽ ഐറ്റംസ് വാങ്ങാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതെന്തോ കൂടുതൽ ഫ്രഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഞാൻ റീസെൻ്റ്ലി മീൽ പ്രെപ്പൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ വാങ്ങുന്നത്. ഇതാ ഇവിടെ ചക്കയൊക്കെ ഉണ്ട്. ബട്ട് നല്ല വിലയാണ്. 24 റിയാൽ എന്തോ ആണ്. എന്താ അല്ലേ, നാട്ടിലൊക്കെ വെറുതെ കളയുന്ന സാധനം. സ്ട്രോബെറിക്കൊക്കെ നല്ല പ്രൈസ് ആയതുകൊണ്ട് വാങ്ങിയില്ല. ബട്ട് ബ്ലൂബെറി കുറച്ചുകൂടി ചീപ്പായിട്ട് തോന്നി. അപ്പോൾ പിന്നെ ബ്ലൂബെറി എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഷാമ്പൂ വാങ്ങാൻ വന്ന വരവാണ്. അവിടെ കണ്ട സാധനങ്ങൾ മൊത്തം പെറുക്കി എടുക്കുന്നുണ്ട്. രണ്ടുപേരും ഈ കാര്യത്തിൽ ഒട്ടും മോശമല്ല. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ രണ്ടുപേരും ഒട്ടും പിശുക്ക് കാണിക്കാറില്ല. ഇപ്പം ഈ കുറച്ച് നാളായിട്ട് മീൽ പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അളന്നും കുറിച്ചൊക്കെ വാങ്ങുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ നോക്കി വാങ്ങി വെക്കുന്നുണ്ട്. ഒന്നും അങ്ങനെ വേസ്റ്റ് ആക്കുന്നൊന്നുമില്ല. ബട്ട് നേരത്തെ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ചുമ്മാ എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടും. അതൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കില്ല, ചിലപ്പോൾ ഉണ്ടാക്കും, കുറേ വേസ്റ്റായിട്ട് കളയും. അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ ആദ്യം ഈ ഫാമിലിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എങ്ങനെയാ എന്താ ഒന്നും അറിയില്ലായിരുന്നല്ലോ. ഇപ്പം ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി വേസ്റ്റ് ആക്കുന്നതിൽ നമുക്കൊരു യോജിപ്പില്ല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സാധനങ്ങളാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പിന്നെ ചിക്കൻ, ഫിഷ്, നോൺ വെജ് ഐറ്റംസും. ഇപ്പം ഒരുവിധം കറക്റ്റായിട്ട് നമ്മൾ മാക്രോസ് ഒക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് വരുമ്പോൾ അതൊക്കെ നോക്കി കറക്റ്റായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. മോൾക്ക് വേണ്ടി സ്നാക്സ് നോക്കിയപ്പോൾ ബനാന ചിപ്സ് കണ്ടു. പിന്നെ അതങ്ങ് വാങ്ങി ആക്ച്വലി കാർട്ട് നിറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയാലും എൻ്റെ കണ്ണിലുടക്കുന്ന സാധനം ഇതാണ്. എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇത്രയും പൈസ മുടക്കി എന്തിനാ വാങ്ങണേന്ന് വിചാരിച്ച് ഇങ്ങ് പോന്നു. പിന്നെ ഷോപ്പിങ്ങിൻ്റെ ഒക്കെ ക്ഷീണം തീർക്കാൻ വേണ്ടി താഴെ തന്നെ ഒരു കഫേയിൽ കയറി നല്ലൊരു സുലൈമാനി കുടിച്ചു. അപ്പോഴേക്കും എൻ്റെ ഫോണും ഓഫായി. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.